Hi friends, welcome back to our channel. മൂന്നാം ക്ലാസ്സിലെ EVSന്റെ ഇംഗ്ലീഷ് മീഡിയത്തിന്റെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും സ്കൂളിലൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ടാവും. പുതിയ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടാവും ടീച്ചേഴ്സ്. അപ്പോൾ എന്തായാലും ഒന്നാമത്തെ പാഠഭാഗത്ത് നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. റെഡിയാണോ? ഒന്നാമത്തേത് ഗ്രീൻ എർത്ത് എന്നുള്ളതാണ് പാഠഭാഗം എന്ന് പറയുന്നത്. ഗ്രീൻ എർത്ത്, ഹരിത ഭൂമി. ഓക്കെ, ഇനി നമുക്ക് താഴെ ഒരു പോമാണ് തന്നിട്ടുള്ളത്. ഗോ ടച്ച് ആൻഡ് കം ലിറ്റിൽ ബേർഡ്. തൊട്ടുവാ എന്നുള്ള തുടങ്ങുന്ന ഒരു കുഞ്ഞു പോമാണ് തന്നിട്ടുള്ളത്. ഫ്ലൈ എവേ ഫ്ലൈ എവേ ഫ്ലൈ ലിറ്റിൽ ബേർഡ്. ഗോ ടച്ച് ദ ഗ്രീൻ ട്രീ ആൻഡ് കം ലിറ്റിൽ ബേർഡ്. വിച്ച് ട്രീ ഡിഡ് ദ ബേർഡ് ടച്ച്? വാട്ട് ഈസ് ഇറ്റ്സ് നെയിം? Can you tell if it is a big or small? എന്താണ് പറയുന്നത്? പൈങ്കിളിയോട് ട്രീ, മരം തൊട്ടു വരാനാണ് പറയുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് വിച്ച് ട്രീ ഡിഡ് ദ ബേർഡ് ടച്ച്? ഏത് കിളി തൊട്ട മരം ഏത് എന്നാണ്, ബേർഡ് തൊട്ട മരം ഏതെന്നാണ് ചോദിക്കുന്നത്. വാട്ട് ഈസ് ഇറ്റ്സ് നെയിം? എന്താണ് ആ മരത്തിന്റെ പേര്? വലുതെന്നോ ചെറുതെന്നോ പറയാമോ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു കളിയാണ് അല്ലെ, ഒരു കളിയുള്ള ഒരു പോമാണ് തന്നിട്ടുള്ളത്. അടുത്ത സ്റ്റാൻസ് നോക്കൂ. ഫ്ലൈ അവേ ഫ്ലൈ അവേ ഫ്ലൈ ലിറ്റിൽ ബേർഡ്. ഗോ ടച്ച് ദ ഫ്ലവർ ആൻഡ് കം ലിറ്റിൽ ബേർഡ്. വിച്ച് ഫ്ലവർ ഡിഡ് ദ ബേർഡ് ടച്ച്? വാട്ട് ഈസ് ഇറ്റ്സ് നെയിം? ക്യാൻ യു ടെൽ ദ കളർ ഓഫ് ദ ഫ്ലവർ? സെയിം തന്നെയാണ്, പക്ഷെ ലാസ്റ്റ് ചോദിക്കുന്നത് ആ ഫ്ലവറിന്റെ നിറം എന്തെന്നാണ് ചോദിക്കുന്നത്. അതിനുശേഷം നോക്കൂ. ഫ്ലൈ അവേ ലിറ്റിൽ ബേർഡ്. ഗോ ടച്ച് ദ ലീഫ് ആൻഡ് കം. ഇപ്രാവശ്യം ലീഫാണ് ടച്ച് ചെയ്യാൻ പറയുന്നത്. വിച്ച് ലീഫ് ഡിഡ് ദ ബേർഡ് ടച്ച്? ഏത് ലീഫാണ് ആ ബേർഡ് ടച്ച് ചെയ്തത്? വാട്ട് ഈസ് ഇറ്റ്സ് നെയിം? എന്താണ് അതിന്റെ പേര്? ക്യാൻ യു ടെൽ ദ ഷേപ്പ് ഓഫ് ദ ലീഫ്? നിങ്ങൾക്ക് അതിന്റെ ഷേപ്പ് പറയാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊരു കുഞ്ഞു പോമാണ്, നമുക്ക് കളിക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു പോമാണ് അല്ലേ, നല്ല രസമുള്ളതാണ്. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ഡിഡ് യു സീ ദ ചിൽഡ്രൻ ഹു ആർ സിംഗിങ് ആൻഡ് ഡാൻസിങ്? നിങ്ങൾ ഈ ഡാൻസ് ചെയ്യുന്ന, പാട്ട് പാടുന്ന കുട്ടികളെ കണ്ടില്ലേ? ഷാൾ വി പ്ലേ ദിസ് ഗെയിം? ഈ കളി നമുക്കും കളിച്ചാലോ? വിച്ച് പ്ലാന്റ്സ് were you able to touch when you played? ഇങ്ങനെ കളിക്കുമ്പോൾ ഏതൊക്കെ പ്ലാന്റ്സിനെയാണ് നിങ്ങൾക്ക് തൊടാനുള്ള അവസരം കിട്ടിയത്? നിങ്ങൾക്ക് ഏതൊക്കെയാണ് തൊടാൻ കഴിഞ്ഞത്? വിച്ച് അതർ പ്ലാന്റ്സ് ഡു യു നോ? ഇതുപോലെ ബാക്കിയുള്ള തൊടാൻ കഴിയാത്ത ഏതൊക്കെ പ്ലാന്റ്സിനെ നിങ്ങൾക്ക് അറിയാം? റൈറ്റ് ദം ഇൻ യുവർ എൻവയോൺമെന്റൽ സയൻസ് ഡയറി. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് തന്നിട്ടുള്ളത് അല്ലേ. ഇനി വിച്ച് പാർട്സ്, ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. വിച്ച് പാർട്സ്, പാർട്സ് എന്ന് പറഞ്ഞാൽ ഭാഗങ്ങൾ. വിച്ച് പാർട്സ്, ഏതെല്ലാം ഭാഗങ്ങൾ? സൈറ ഈസ് ഡ്രോയിങ് ദ പിക്ചർ ഓഫ് എ പ്ലാന്റ്. സൈറ ഒരു ചെടിയുടെ ചിത്രം വരയ്ക്കുകയാണ്. വാട്ട് ആർ ദ അതർ പാർട്സ് ടു ആഡ് ഇൻ ദ പിക്ചർ? കംപ്ലീറ്റ് ദ പിക്ചർ ആൻഡ് റൈറ്റ് ദ പാർട്സ്. ഇവിടെ കുറച്ച് ഒരു പാർട്സ് തന്നിട്ടുണ്ട്, ബാക്കിയുള്ള പാർട്സ് നമ്മളോട് വരച്ചു ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? റൂട്ടാണ്. പിന്നെ എന്തൊക്കെയാണുള്ളത്? റൂട്ട് കൂടാതെ നമുക്ക് ട്രീക്ക് എന്തൊക്കെയുണ്ട്? സ്റ്റെം ഉണ്ട്, ലീവ്സ് ഉണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്. അപ്പോൾ കൂട്ടുകാർ ഈ ചെടിയുടെ മീതെ തന്ന ഈ ഒരു വര പോലെ ഇല്ല, അതൊരു പ്ലാന്റ് ആണ്. ആ പ്ലാന്റിന്റെ മീതെ ഇതെല്ലാം ഒന്ന് വരച്ച് ചേർക്കുക. ഒന്നും കൂടെ പറയാം. സ്റ്റെമ്മ്, ലീവ്സ്, ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ്. റൂട്ട് അവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. ഇനി ലെറ്റ് us ക്ലാസിഫൈ. നമുക്കിതിനെ തരം തിരിക്കാം. ഓക്കെ, എങ്ങനെയാണ് തരം തിരിക്കേണ്ടത്? ഡു യു തിങ്ക് ഓൾ ദ പ്ലാന്റ്സ് യു സീ ആർ സിമിലർ? നമ്മൾ കാണുന്ന എല്ലാ പ്ലാന്റ്സും ഒരേപോലെയാണോ? ആണോ? നോ അല്ലേ, എല്ലാ പ്ലാന്റ്സും ഒരേപോലെയല്ല. വാട്ട് ആർ ദ ഡിഫറൻസസ്? എന്തൊക്കെയാണ് അതിന്റെ ഡിഫറൻസ്, എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് തന്നിട്ടുണ്ട് സൈസ് അല്ലെ. എല്ലാ പ്ലാന്റ്സിന്റെയും സൈസ് സെയിം ആണോ? അല്ല, സൈസ് സെയിം അല്ല. അതേപോലെ തന്നെ ഷേപ്പ് സെയിം അല്ല. കളർ, എല്ലാ പ്ലാന്റ്സും സെയിം കളറിലല്ല. ലീവ്സും സെയിം അല്ല അല്ലെ. അപ്പൊ സൈസ്, ഷേപ്പ്, കളർ, ലീവ്സ്. പിന്നെ നമുക്ക് വേറെ എന്താ എഴുതാം? സ്റ്റെമ്മ് അല്ലെ. സ്റ്റെമ്മ്, റൂട്ട് എല്ലാം ഡിഫറെന്റ് ആണ്. അപ്പൊ കൂട്ടുകാർക്ക് ഒരു 3-4 നിങ്ങൾ ഇവിടെ എഴുതി ചേർക്കാം. ഇനി നെക്സ്റ്റ് നോക്കൂ. ഒരുപാട് പ്ലാന്റ്സിന് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. കണ്ടോ, ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് അല്ലേ. കൂട്ടുകാർക്ക് അറിയാവുന്ന പ്ലാന്റ്സ് തന്നെയാണ്. ഫസ്റ്റ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വിച്ച് പ്ലാന്റ്സ് ഡു യു സീ ഇൻ ദ പിക്ചർ? ഈ പിക്ചറിൽ നിങ്ങൾ കാണുന്ന പ്ലാന്റ്സ് ഏതൊക്കെയാണ്? ഏതൊക്കെ പ്ലാന്റ്സ് ആണ് ഇവിടെ ഉള്ളത്? ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. ഫസ്റ്റ് എന്താണ്? തെച്ചി,
ചെമ്പരത്തി, ചീര, ആല്, തൊട്ടാവാടി, അതുപോലെ തന്നെ മാംഗോ ട്രീ, റോസ്, കോക്കനട്ട് ട്രീ ആൻഡ് നമ്മുടെ പാഡിൽ അല്ലേ. എത്രയുമാണ് ഇവിടെ തന്നിട്ടുള്ളത്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദ സ്റ്റെം? എന്തൊക്കെയാണ് ഇതിൻ്റെ സ്റ്റെമ്മിലുള്ള വ്യത്യാസം? എല്ലാ സ്റ്റെമ്മും സെയിം ആണോ? അല്ല, ഓരോ സ്റ്റെമ്മിനും അതിൻ്റെതായ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ തെങ്ങിനെ പോലെയല്ല റോസ് പ്ലാന്റ് എന്ന് പറയുന്നത് അല്ലേ. കോക്കനട്ട് ട്രീയും റോസ് പ്ലാന്റും അത് എൻറ്റയർലി രണ്ടും ഡിഫറെൻ്റ് ആണ്. അതുപോലെ വാട്ട് ആർ ദി ഡിഫറൻസസ് ഇൻ ദെയർ സൈസും ഡിഫറെൻ്റ് ആണ്. കോക്കനട്ട് ട്രീ എന്ന് പറയുന്നത് വളരെ ബിഗ് ആയിരിക്കും, റോസ് പ്ലാന്റ് വളരെ ചെറുതായിരിക്കും. അതുപോലെ വാട്ട് ആർ ദി ഡിഫറൻസസ് ഇൻ ദെയർ സൈസ്, ഹൗ ലോങ് വിൽ ദേ ലീവ്? ഒരു കോക്കനട്ട് ട്രീ ലീവ് ചെയ്യുന്ന അത്രയും നമ്മുടെ റോസ് പ്ലാന്റ് ലീവ് ചെയ്യോ? ഇല്ല. അത്രയും നമ്മുടെ സ്പിനാച്ച് ലീവ് ചെയ്യോ? ഇല്ല. അപ്പോൾ ഓരോന്നിനും അതിൻ്റെതായ വ്യത്യാസങ്ങൾ ഉണ്ട്. Mark your observations with a tick in the table. Observe the plants in the school biodiversity garden and complete the table given. താഴെ നമുക്ക് ടേബിൾ തന്നിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓരോന്നിനെയും ഒന്ന് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നെയിം ഓഫ് ദ പ്ലാന്റ്, സ്പിനാച്ച്, ചീര. അതിൻ്റെ സ്റ്റെം എന്ന് പറയുന്നത് സോഫ്റ്റ്, ഹാർഡ്, വെരി ഹാർഡ്. അവിടെ എന്താണ്? സോഫ്റ്റ് ആണ്. അതുപോലെ അതിൻ്റെ സൈസ് സ്മോള്, ബിഗ്, വെരി ബിഗ്. എങ്ങനെയാണ്? സ്മോൾ ആണ്. ഹൗ ലോ ദേ ലീവ്? മന്ത്സ്, ഇയേഴ്സ്, മെനി ഇയേഴ്സ്. മന്ത്സ് ആണ്. ഇനി ഹിബിസ്കസ് ആണെങ്കിലോ, ഹിബിസ്കസിന്റെ സ്റ്റെമ്മ് കുറച്ച് ഹാർഡാണ്, സൈസ് ഇത്തിരി ബിഗ് ആണ്, അത് ഇയേഴ്സ് ലീവ് ചെയ്യും. മാംഗോ ട്രീ ആണെങ്കിൽ വെരി ഹാർഡാണ്, വെരി ബിഗ് ആണ്, മെനി ഇയേഴ്സ് ആണ് അല്ലെ. ഇനി റോസ് പ്ലാന്റ്, നെക്സ്റ്റ് നമുക്ക് റോസ് പ്ലാന്റ് എഴുതാം. റോസ് പ്ലാന്റ് ആണെങ്കിൽ എങ്ങനെയാണ്? റോസ് പ്ലാന്റിന്റെ സ്റ്റെമ്മ് കുറച്ച് ഹാർഡാണ് അല്ലെ. സൈസ് എന്ന് പറയുന്നത് സ്മോള് അല്ലെങ്കിൽ ബിഗും ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകിൽ സ്മോളിൽ ടിക്ക് കൊടുക്കാം അല്ലെങ്കിൽ ബിഗ് കൊടുക്കാം. ഹൗ ലോങ് വിൽ ഇറ്റ് ലീവ്? മന്ത്സ് അല്ലേ. മന്ത്സ് അല്ലെങ്കിൽ ഇയേഴ്സ് ചിലപ്പോൾ നിൽക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇയേഴ്സിൽ കൊടുക്കാം. ഇനി കോക്കനട്ട് ട്രീ ആണെങ്കിലോ വെരി ഹാർഡാണ്, വെരി ബിഗ് ആണ്, അതുപോലെ തന്നെ മെനി ഇയേഴ്സ് ആണ്. അങ്ങനെ കൂട്ടുകാർ ഓരോന്നിൻ്റെയും പേര് എഴുതിയിട്ട് ഒന്ന് ടിക്ക് കൊടുത്താൽ മാത്രം മതി. വളരെ സിമ്പിളാണ് അല്ലേ. ഇനി വാട്ട് ഡിഡ് യു ലേൺ ഫ്രം ദ ടേബിൾ? ഈ ടേബിളിൽ നിന്ന് നിങ്ങൾ എന്താണ് പഠിച്ചിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഐ ആൻഡ് മൈ ഫ്രണ്ട്സ് ആർ ഹെർബ്സ്. ക്യാൻ യു റൈറ്റ് ഡൗൺ അവർ ഫീച്ചേഴ്സ്? എന്താണ്? ഞാനും എൻ്റെ കൂട്ടുകാരും എന്ന് പറയുന്നത് ഹെർബ്സ് ആണ്. ഹെർബ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഔഷധത്തിനായിട്ട് ഉപയോഗിക്കുന്ന സസ്യങ്ങളാണ്. ഓക്കെ. അപ്പൊ ഇതിന്റെ ഫീച്ചേഴ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ തന്നിട്ടുണ്ട് സ്റ്റെം ഈസ് സോഫ്റ്റ്. ഇതിന്റെ സ്റ്റെം എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും? ഇത് സൈസ് ഇൻ സ്മോൾ ആണ്. സൈസിൽ ഇത് വളരെ ചെറുതായിരിക്കും അല്ലെ. സൈസ് ഇൻ സ്മോള്, നോ ഡീപ്പ് റൂട്ട്സ്. ഓക്കെ, നോ ഡീപ്പ് റൂട്ട്. അപ്പൊ എന്തൊക്കെയാണ്? സ്റ്റെം ഈസ് സോഫ്റ്റ്. സ്റ്റെമ്മ് സോഫ്റ്റ് ആയിരിക്കും. അതിന്റെ റൂട്ട് എന്ന് പറയുന്നത് വളരെ ഡീപ്പൊന്നും ആയിരിക്കില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ അത് വലിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും. അതുപോലെ സ്മോൾ ഇൻ സൈസിൽ എപ്പോഴും ചെറുതായിരിക്കും. ഓക്കെ. ഇനി അടുത്തത് ഡു യു നോ അസ്? നിങ്ങൾക്ക് ഞങ്ങളെ അറിയുമോ? വി ഗ്രോ വെൽ ടോൾ. ഞങ്ങൾ വളരെ വലുതായിട്ടാണ് വളരുന്നത്. ഓക്കെ. അതുപോലെ പ്ലീസ് റൈറ്റ് ഓൺ അവർ ഫീച്ചേഴ്സ്. ബാക്കിയുള്ള ഫീച്ചേഴ്സ് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വെരി ഹാർഡ് സ്റ്റെം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റെമ്മ് വളരെ ഹാർഡാണ്. ആ ട്രീ എന്ന് പറയുന്നത് എന്താണ്? മാംഗോ ട്രീ ആണല്ലേ. അപ്പൊ അതിന്റെ രണ്ട് ഫീച്ചേഴ്സ് എന്തൊക്കെ എഴുതാം? വെരി ഹാർഡ് റൂട്ടാണ് അല്ലെ. റൂട്ട് വളരെ ഹാർഡായിരിക്കും. അതുപോലെ ലോങ് ലൈഫ് സ്പാൻ ആയിരിക്കും. ഒരുപാട് കാലം ജീവിക്കാൻ കഴിയും. ഇനി അടുത്തത് നോക്കൂ. ദോ വി ആർ സ്മോൾ. അങ്ങനെയാണെങ്കിൽ ഞങ്ങളാണെങ്കിലോ ഞങ്ങളും വളരെ ചെറുതാണ്. അവർ സ്റ്റെം ആർ പ്രിറ്റി ഹാർഡ്. കുറച്ച് ഹാർഡാണ് ഞങ്ങളുടെ സ്റ്റെമ്മ്. ഇനി വി ആർ കോൾഡ് ഷ്രബ്സ്. ഞങ്ങളെ ഷ്രബ്സ് എന്നാണ് വിളിക്കാറ്. എന്താണ് ഷ്രബ്സ് എന്ന് പറഞ്ഞാല്? കുറ്റിച്ചെടികൾ എന്ന് പറയും നമ്മൾ. ഷ്രബ്സ് എന്ന് പറഞ്ഞാൽ കുറ്റിച്ചെടികൾ എന്നാണ് നമ്മളെ വിളിക്കാറുള്ളത്. റൈറ്റ് ഡൗൺ അവർ ഫീച്ചേഴ്സ്. അതിന്റെ ഫീച്ചേഴ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹാർഡ് സ്റ്റെം എന്ന് കൊടുത്തിട്ടുണ്ട്. ഹാർഡ് സ്റ്റെം എന്ന് പറഞ്ഞാൽ അതിന്റെ സ്റ്റെമ്മ് വളരെ ഹാർഡായിരിക്കും. പിന്നെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഹാർഡ് സ്റ്റെമ്മ് മാത്രമാണോ ഉള്ളത്? അല്ല, മീഡിയം സൈസ് പ്ലാന്റ് ആണ് അല്ലെ. ഒരു മീഡിയം സൈസിൽ, അഥവാ നല്ല ഹാർഡ്, നല്ല ബിഗും അല്ല വളരെ സ്മോളും അല്ലാത്ത രീതിയിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും. അപ്പൊ അവിടെ നമുക്ക് മീഡിയം സൈസ് പ്ലാന്റ് എന്ന് എഴുതി കൊടുക്കാം. ഇനി നെക്സ്റ്റ് നോക്കൂ. ഹു ഹാസ് ബിലോങ്സ് ടു ദ ഗ്രൂപ്പ് ഓഫ് സ്പിനാച്ച്, ഹിബിസ്കസ് ആൻഡ് മാംഗോ ട്രീ. ഇവിടെ നമ്മൾ കണ്ടു, ഒന്ന് നമ്മൾ നോക്കിയത് സ്പിനാച്ച് ആയിരുന്നു, അടുത്തത് ഹിബിസ്കസ് ആയിരുന്നു, നെക്സ്റ്റ് വൺ മാംഗോ ട്രീ ആയിരുന്നു. അപ്പൊ ഈ ഒരു ഗ്രൂപ്പിലുള്ളതിനെ നമ്മൾ പറയുന്നത് എന്താണ്?
ഫസ്റ്റ് നമ്മൾ പറഞ്ഞു സ്പിനാച്ച് എന്ന് പറയുന്നത് ഹെർബ് ആണ് അല്ലേ. ഹെർബ് എന്ന് പറഞ്ഞാൽ ഔഷധമാണ്. അപ്പോൾ അവിടെ സ്പിനാച്ച് എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഷ്രബാണ്. ഷ്രബ് എന്ന് പറയുന്നത് കുറ്റിച്ചെടികളാണ് അല്ലേ, കുറ്റിച്ചെടികളാണ്. അതിൽ ഹിബിസ്കസ് എഴുതിയിട്ടുണ്ട്. ട്രീ എന്ന് പറഞ്ഞാൽ വലിയ മരം, അതിൽ മാംഗോ ട്രീ എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഗ്രൂപ്പിലുള്ള കുറച്ച് പ്ലാന്റ്സിന്റെ പേരാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഇനി ഹെർബിൽ സ്പിനാച്ച്, പിന്നെ നമുക്ക് എന്ത് എഴുതാം, വീറ്റ്, പാറ്റി, കാബേജ്, ടൊമാറ്റോ, ക്യാരറ്റ്. ഓക്കെ. ഷ്രബിലാണെങ്കിൽ ഹിബിസ്കസ്, റോസ്, ജാസ്മിൻ, ലെമൺ, തുളസി. ഇനി ട്രീ ആണെങ്കിലോ മാംഗോ ട്രീ ഇവിടെ ഉണ്ട്, പിന്നെ കോക്കനട്ട് ട്രീ, ബനിയൻ ട്രീ, ആപ്പിൾ ട്രീ, ഓക്ക് ട്രീ. ഇതൊക്കെ നമുക്കിവിടെ എഴുതി കൊടുക്കാം. കൂട്ടുകാർക്ക് വേറെ ഏതെങ്കിലും പേര് എഴുതണമെങ്കിലും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്താണ് ഹെർബ്, എന്താണ് ഷ്രബ്, എന്താണ് ട്രീ എന്ന് മനസ്സിലായില്ലേ? ഓക്കെ. ഡ്രോ ആൻഡ് കണക്ട്. ഇവിടെ കുറച്ച് പിക്ചേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ ഏതാണ് ഷെർബ്, ഏതാണ് ഹെർബ്, ഏതാണ് ട്രീ എന്ന് നമ്മൾ എഴുതി കൊടുക്കാം. ഒന്ന് വരച്ചു കൊടുക്കണം. വരക്കാനാണ് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ അത് കൂട്ടുകാർ തനിയെ ഒന്ന് ചെയ്ത് നോക്കുക. ഏതാണ് ഷ്രബ്, ഏതാണ് ഹെർബ്, ഏതാണ് ട്രീ എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി വൈൻ പ്ലാന്റ്സ് എന്നുള്ളതാണ് അടുത്ത ഒരു ടോപ്പിക്കായിട്ട് വരുന്നത്. വൈൻ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ വൈൻ അങ്ങനെ വള്ളിച്ചെടികളായിട്ട് പോകുന്ന തരത്തിലുള്ളത്. ഫ്രണ്ട്സ്, വി ആർ വൈൻ പ്ലാന്റ്സ്, വി ടു ആർ ഹിയർ. എന്താണ്, ഞങ്ങളെല്ലാം വൈൻ പ്ലാന്റ്സ് ആണ്, ഞങ്ങളെല്ലാം ഇവിടെയുണ്ട് എന്നാണ് പറയുന്നത്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദീസ് പ്ലാന്റ്സ്? ഈ പ്ലാന്റ്സിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ലെറ്റ് us റൈറ്റ്. നമുക്കൊന്ന് എഴുതി നോക്കാം. ഫസ്റ്റ് ഫീച്ചർ ഇവിടെ തന്നിട്ടുണ്ട്. സ്പ്രെഡ്സ് ലൈക്ക് എ ക്രീപ്പർ. എന്താണ്, ഞങ്ങളിങ്ങനെ വള്ളിയായിട്ട് പോകുന്നതാണ്. ക്രീപ്പർ എന്ന് പറഞ്ഞാൽ വള്ളിയായിട്ട് പോകുന്നത്, വള്ളിയായിട്ട് സ്പ്രെഡ് ചെയ്യും. കനോട്ട് സ്റ്റാൻഡ് അപ്പ് അലോൺ. ഞങ്ങൾക്ക് ഒറ്റക്ക് തനിയെ നിവർന്നു നിൽക്കാൻ സാധിക്കില്ല. പിന്നെ നമുക്ക് എന്ത് കൊടുക്കാം, ക്ലൈംബിംഗ് ഹാബിറ്റ്. അതിന് ഒരു ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പിടിച്ചു കയറി പോകുന്ന സ്വഭാവമാണ് ക്ലൈംബിംഗ് ഹാബിറ്റ്. അതുപോലെ ഫാസ്റ്റ് ഗ്രോ, വളരെ പെട്ടെന്ന് തന്നെ അത് വളരുകയും ചെയ്യും. ഓക്കെ. അപ്പോൾ രണ്ടെണ്ണം ഏതാണ്, ക്ലൈംബിംഗ് ഹാബിറ്റ്, ഫാസ്റ്റ് ഗ്രോത്ത്. ഇനി ഒബ്സർവ് യുവർ സറൗണ്ടിങ്സ്. നിങ്ങളുടെ ചുറ്റുപാടുകൾ നിങ്ങൾ നിരീക്ഷിക്കുക. ഫൈൻഡ് ആൻഡ് നോട്ട് ഡൗൺ മോർ എക്സാമ്പിൾസ് ഫോർ വൈൻ പ്ലാന്റ്സ്. വൈൻ പ്ലാന്റ്സിനുള്ള മോർ എക്സാമ്പിൾസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് നമുക്കറിയാം. നമ്മുടെ നാട്ടിലുള്ള വെള്ളരി, കുമ്പളം, മത്ത, അത്തരത്തിലുള്ളതെല്ലാം, കക്കരി, ഇതിൻ്റെ എല്ലാം പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള വൈൻ പ്ലാന്റ്സ് ആണ്. ഇവിടെ തന്നിട്ടുണ്ട്. വൈൻ പ്ലാന്റ്സ് ആർ ഓഫ് 2 ടൈപ്സ്. വൈൻ പ്ലാന്റ്സ് നമുക്ക് 2 തരത്തിലാണ് ഉള്ളത്. എന്താണ്, ദോസ് ദാറ്റ് സ്പ്രെഡ് ആൻഡ് ഗ്രോ അലോങ് ദ ഗ്രൗണ്ട്. ഒന്നെങ്കിൽ അത് നിലത്ത് പടരുന്നവയും അല്ലെങ്കിൽ എന്തെങ്കിലും താങ്ങിയിട്ടോ അല്ലെങ്കിൽ പറ്റിപ്പിടിച്ചോ കയറുന്നതുമാണ്. ആൻഡ് ദോസ് ദാറ്റ് ഗ്രോ അപ്വേർഡ് ബൈ ഹോൾഡിംഗ് ഓൺ ടു ബൈ സ്പ്രെഡിങ് അലോങ് എ സപ്പോർട്ട്. മുകളിലേക്ക് പടർന്നു പോകുന്നതുണ്ടായിരിക്കാം, നിലത്ത് പടരുന്നവയുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ താങ്ങി പിടിച്ചു പോകുന്നതും ഉണ്ടായിരിക്കാം. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള വൈൻ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഇനി പ്ലാന്റ്സ് ഇൻ വാട്ടർ. വാട്ടറിലുള്ള പ്ലാന്റ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്ലാന്റ്സ് ദാറ്റ് ഗ്രോ ഇൻ വാട്ടർ ആർ വാട്ടർ പ്ലാന്റ്സ്. എന്താണ്, ഈ ഒരു വെള്ളത്തിൽ വളരുന്ന സസ്യങ്ങളെയാണ്, പ്ലാന്റ്സിനെയാണ് നമ്മൾ വാട്ടർ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദീസ് പ്ലാന്റ്സ്? എന്തൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഇതിനുള്ളത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അല്ലേ. അതിന്റെ നിങ്ങൾ താമര, അമ്പലമൊക്കെ കണ്ടിട്ടുണ്ടോ? അതെന്ന് പറയുന്നത് എപ്പോഴും ഒരു വാട്ടർ ഉള്ള ലെവലിലായിരിക്കും. അതിന്റെ ഫ്ലവേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അതിന്റെ സ്റ്റെം ആയിക്കോട്ടെ എല്ലാം ആ ഒരു തരത്തിലാണ് ഉണ്ടായിരിക്കുക. ഫൈൻഡ് ഔട്ട് മോർ വാട്ടർ പ്ലാന്റ്സ് ആൻഡ് നോട്ട് ദം ഡൗൺ. അപ്പോൾ ഏതൊക്കെയാണ് ഇത്തരത്തിലുള്ള വാട്ടർ പ്ലാന്റ്സ് എന്ന് കൂട്ടുകാരൊന്ന് കണ്ടെത്താം. ഇനി ലൈഫ് ഇൻസേർട്ട് ദ സീഡ്. സീഡിന്റെ വിത്തിനുള്ളിലെ ജീവൻ എങ്ങനെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ പറയുന്നുണ്ട് ഒരു വിത്ത് ഇങ്ങനെ വരികയാണല്ലേ, അതിന്റെ ആ ഒരു സീഡിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പ്ലാന്റ് ഇങ്ങനെ വളർന്നു വരികയാണ് ചെയ്യുന്നത്. വാവ്, ലൈറ്റ് അറൌണ്ട്, ഐ ആം അബവ് ദ സോയിൽ. എന്താണ്, ഹായ്, ലൈറ്റ് ഉണ്ട് ഇവിടെ മൊത്തം, ഞാൻ മണ്ണിന് മുകളിലെത്തി. ഹാവ് യു സീൻ സീഡ് ജെർമിനേറ്റിംഗ്? നിങ്ങൾ ഇങ്ങനെ ഈ ഒരു വിത്ത് മുളച്ചു വരുന്നത് കണ്ടിട്ടുണ്ടോ? ലെറ്റ് us ജെർമിനേറ്റ് എ സീഡ്. ഇതുപോലെ നമുക്കും വിത്ത് മുളപ്പിക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫിൽ എ ട്രാൻസ്പെറന്റ് ഗ്ലാസ് വിത്ത് എ സാൻഡ്. എന്താണ്, ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഗ്ലാസ്സിൽ മണൽ നിറക്കുക. എന്നിട്ട് പ്ലാന്റ്
3 or 4 pea seeds slightly under the sand close to the glass. അതിനുശേഷം 3-4 പീ സീഡ്സ് അല്ലെങ്കിൽ പയറിൻ്റെ വിത്തുകൾ ആ മണ്ണിൽ അല്പം ഇങ്ങനെ ഗ്ലാസിനോട് ചേർന്ന ഭാഗത്ത് വെക്കുക. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? വെറ്റ് സാൻഡ്, എന്നിട്ട് കുറച്ച് വെള്ളം മണ്ണിൽ നനയ്ക്കുക. ആ മണലിൽ കുറച്ച് വെള്ളം നനച്ചു കൊടുക്കുക. കൂടുതൽ ഒഴിക്കരുത്, കുറച്ചൊന്ന് നനച്ചു കൊടുത്താൽ മാത്രം മതി. കീപ് ഇറ്റ് ഫോർ എ ഫ്യൂ ഡേയ്സ്, അങ്ങനെ കുറച്ച് ദിവസം അത് അങ്ങനെ കീപ്പ് ചെയ്യുക. ഒബ്സർവ് ദ സീഡ് ജെർമിനേറ്റിംഗ്. വാട്ട് ചേഞ്ചസ് ക്യാൻ യു സീ? അങ്ങനെ അത് മുളച്ച് വരുന്നത്, ആ ജെർമിനേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ നിരീക്ഷിക്കുക. എന്തൊക്കെ ചേഞ്ചസ് ആണ്, മാറ്റങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവുക എന്ന് നിങ്ങൾ നോക്കുക. വിച്ച് പാർട്ട് ഓഫ് ദ സീഡ് വിൽ ജെർമിനേറ്റ് ഫസ്റ്റ്? ഏറ്റവും ആദ്യം ജെർമിനേറ്റ് ചെയ്യുന്നത്, മുളച്ച് വരുന്നത് ഏത് ഭാഗമായിരിക്കും? അതുപോലെ ഹൗ മെനി ഡേയ്സ് വിൽ ഇറ്റ് ടേക്ക് ഫോർ ദ ഫസ്റ്റ് ലീഫ് ടു സ്പ്രൗട്ട്? ആദ്യത്തെ ഇല വരാൻ എത്ര ദിവസം എടുത്തിട്ടുണ്ടാവും? അപ്പോൾ കൂട്ടുകാരതൊന്ന് ചെയ്തു നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഒബ്സർവേഷൻസ് എഴുതി വെക്കണം. ഒബ്സർവ്, ഡിസ്കസ് യുവർ ഫൈൻഡിങ്സ് വിത്ത് ഫ്രണ്ട്സ് ആൻഡ് റൈറ്റ് ദം ഡൗൺ ഇൻ യുവർ എൻവയോൺമെന്റ് സയൻസ് ഡയറി. ഡ്രോ പിക്ചേഴ്സ് ടു. അപ്പോൾ നിങ്ങളിത് ഒബ്സർവ് ചെയ്തിട്ട് അത് നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ചർച്ച ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ എൻവയോൺമെന്റ് സയൻസ് ഡയറിയിൽ എഴുതി വെക്കുകയും ചിത്രം വരയ്ക്കുകയും വേണം. ഓക്കെ, അപ്പോൾ അത് കൂട്ടുകാർ ചെയ്യണം. ഇനി അടുത്തത് മൈ പ്ലാന്റ് ജെർമിനേറ്റ് എ സീഡ് ഇൻ യുവർ ഹോം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? വിത്തൊക്കെ എടുത്തു, അത് മുളപ്പിച്ചു അല്ലേ? യു ഷുഡ് പ്ലാന്റ് ദ സീഡ് വേർ ദർ ഈസ് ലൈറ്റ്. എവിടെയാണോ വെളിച്ചമുള്ളത് അവിടെ ആ ഒരു വിത്ത് നിങ്ങൾ നടണം. വെൻ ദ സീഡ് ജെർമിനേറ്റ്സ് ആൻഡ് ദ പ്ലാന്റ്സ് ഗ്രോ ഗീവ് ദ മാന്യൂർ നീഡ്. എന്നിട്ട് അത് ഓരോ ഘട്ടത്തിലും വളരുന്നതിനനുസരിച്ച് അതിന് എന്താണ് ആവശ്യമായിട്ടുള്ള വളം അത് നിങ്ങൾ ഇട്ട് കൊടുക്കണം. യു വിൽ ഒബ്സർവ് മോർ ലീവ്സ് സ്പ്രൗട്ടിംഗ് ഇൻ ദ പ്ലാന്റ്, ദ സ്റ്റെം ഗ്രോയിങ്, ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് അപ്പിയറിംഗ്. പ്രിപ്പയർ ആൻ ആക്ടിവിറ്റി റിപ്പോർട്ട് ലൈക്ക് ദ സാമ്പിൾ ഗിവൺ അലോങ് വിത്ത് ദ പിക്ചേഴ്സ്. എന്താണ്? അതിനുശേഷം നിങ്ങൾ അതിൽ ഇല വരുന്നതും തണ്ട് വരുന്നതും പൂക്കൾ വിരിയുന്നതും കായ്കൾ ഉണ്ടാകുന്നതും ഒക്കെ നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. അതുപോലെ അതിൻ്റെ ഒരു റിപ്പോർട്ട് നിങ്ങൾ താഴെ കാണുന്ന പോലെ എഴുതുകയും വേണം, ചിത്രവും വരയ്ക്കുക. അപ്പോൾ ഇവിടെ എന്താണ്? മൈ പ്ലാന്റ്, ആക്ടിവിറ്റി റിപ്പോർട്ട്, ദ സീഡ് ടൈപ്പ്, ഏത് വിത്താണ് നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് ആ വിത്തിൻ്റെ പേര് എഴുതി കൊടുക്കുക. ദ ഡേറ്റ് ഓഫ് പ്ലാന്റിങ്, എന്നാണോ നിങ്ങൾ ഇത് പ്ലാന്റ് ചെയ്തിട്ടുള്ളത്, നട്ടത്, അത് എഴുതി കൊടുക്കുക. ദ ഡേറ്റ് ഓഫ് ജെർമിനേഷൻ, എന്നാണ് അത് മുള വന്നത്, ജെർമിനേറ്റ് ചെയ്തത്. ദ ഡേറ്റ് ഓഫ് ദ ഫസ്റ്റ് സ്പ്രൗട്ട്, ഇല വിരിഞ്ഞ ദിവസം. അതുപോലെ തന്നെ ദ ഡേറ്റ് ഓഫ് 2 ലീവ്സ് അപ്പിയേഴ്സ്, എന്താണ് 2 ഇലകൾ വന്നത്. അതിനുശേഷം ദ ചേഞ്ചസ് ഇൻ ദ പ്ലാന്റ് ഇൻ 7 ഡേയ്സ്, 7 ദിവസം കഴിഞ്ഞതിന് ശേഷമുള്ള ചേഞ്ചസ്, അതിൻ്റെ ഹൈറ്റിൽ, തിക്നെസ്സിൽ, നമ്പർ ഓഫ് ലീവ്സ് എല്ലാം എഴുതുക. അതുപോലെ ദ ഡേറ്റ് ഓഫ് ഫ്ലവറിങ്, എന്നാണ് അതിൽ പൂ വന്നത്. ദ ഡേറ്റ് ഓഫ് ഫ്രൂട്ട് അപ്പിയറിങ്, എന്നാണ് അതിൽ കായ് വന്നത്. ഇതൊക്കെ നിങ്ങൾ എഴുതി കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ എന്താണ് ദ ഡേറ്റ് ഓഫ് ഹാർവെസ്റ്റിംഗ്, എന്നാണ് നിങ്ങളത് പറിച്ചെടുത്തത് ആ കായ്, അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു റിപ്പോർട്ടിൽ എഴുതി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇനി ഇതിൻ്റെ അടുത്ത പാർട്ടായിട്ടുള്ള പ്ലാന്റ്സ് നോട്ട് ഓൺലി ഫ്രം സീഡ്സ് എന്ന ഭാഗം മുതൽ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ സപ്പോർട്ട് ചെയ്യുക. ഓരോ സബ്ജക്റ്റായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാ കൂട്ടുകാരും നന്നായിട്ട് തന്നെ അക്കാദമിക് ഇയർ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനും നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും മാർക്കൊക്കെ സ്കോർ ചെയ്യാനും കഴിയട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.